ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെല്ലാം വെട്ടുതുണിയാണ്. നമുക്കിത് നേരത്തെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ആരും അധികം എടുക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റണമല്ലോ നമുക്ക്. അപ്പോൾ ഞാനിത് കുഷ്യനാക്കിയോ തലേണയാക്കിയോ വെക്കാമെങ്കിലുണ്ടല്ലോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തൊന്ന് മുഴുത്ത തുണിയെടുത്ത് നമുക്ക് ഇതിന് കയറ്റാനുള്ള കവർ തയ്ക്കാം. ഇത് മുഴുത്ത തുണിയാന്ന് തോന്നുന്നു. ഈ മുഴുത്ത തുണിയെടുത്ത് നമുക്ക് കവർ അകത്തേം തയ്ക്കണം, പിന്നെ ഒരെണ്ണവും കൂടെ തയ്ക്കണം ഇതിന് വെളി കവർ ഇടാൻ. അങ്ങനെ രണ്ടെണ്ണം തയ്ക്കാം. അങ്ങനെ എത്ര എണ്ണത്തിന് ഉണ്ടെന്നറിയാമല്ലോ ഈ തുണികൾ. ഏതായാലും ഇങ്ങനെ തയ്ച്ചു വെക്കാം. തയ്ച്ചു വെക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. കാശിനല്ല, വെറുതെ. അപ്പോൾ തന്നെ നമുക്ക് 4 കവറിനുള്ള തുണി കിട്ടിയിട്ടുണ്ട്. 1 2 3 4 അപ്പോൾ ഇതെന്താണെന്നറിയാം, ആദ്യം ഒരെണ്ണത്തിനകത്ത് നമ്മൾ തുണി കയറ്റണം. തുണി കയറ്റി മൊത്തം തയ്ക്കണം. തയ്ച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കവർ കൂടെ വേണം. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഊരി കഴുകുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കവറേ ഒക്കത്തുള്ളൂ. അങ്ങനെയാണ് ഈ 4. അപ്പോൾ 2 എണ്ണത്തെ നമുക്ക് നിറച്ചെടുക്കാം. ബാക്കിയുള്ളത് എന്തോ ചെയ്യണം, 2 എണ്ണത്തിനുള്ളതേ ഉള്ളെന്ന് തോന്നുന്നു. ഇടിച്ച് കയറ്റാൻ നമുക്ക് ഒരുപാട് മുഴുത്ത തുണികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്തോ ചെയ്യാൻ പറ്റും, നമുക്ക് ഈ തുണിയൊക്കെ എന്തോ എടുക്കാൻ പറ്റും. തയ്യൽ പഠിക്കുന്ന പിള്ളേർക്കാണ് ഉപകാരപ്പെടും. കൊച്ചു കൊച്ചു ഷിമ്മികളോ പാവാടകളോ ഒക്കെ തയ്ച്ച് പഠിക്കാം. പിന്നെ നമ്മളെ ഈ കൊനഷ്ട പണികൾ ചെയ്യുമ്പോഴൊക്കെ വെള്ള നൂലെടുത്താൽ മതി. കാരണം കളർ നൂല് മിക്കവാറും നമുക്ക് കിട്ടാൻ പാടാണ്. അപ്പം വെള്ള നൂലിൽ നമുക്ക് പണി ചെയ്യാം. അപ്പോഴേ ഞാൻ ഈ കവർ തയ്ച്ചെടുത്തിട്ടുണ്ട്. 4 തയ്ച്ചിട്ടുണ്ട്. ഇത് 2 കയറ്റാനുള്ളതാണ്. 2 നമുക്ക് അതിൻ്റെ ഇത് കയറ്റി തയ്ച്ചു കഴിഞ്ഞ് പിന്നിടാനുള്ള കവറാണ്. അങ്ങനെ അന്നേരം നമുക്കിത് ഇതിനകത്തോട്ട് കയറ്റാം. കുറേശ്ശെ കയറ്റാമേ. ഒന്നിച്ചുരുട്ടി കയറ്റില്ലേ, കാരണം അല്ലെങ്കിൽ തടിപാടം പോലെ ഇരിക്കും. മൂല കണ്ട് ഫില്ല് ചെയ്ത് വേണം കയറ്റാന്. ഇതൊക്കെ കണ്ടോ, ഒരുപാട് വലിയ തുണികളാണ്. കണ്ടോ, ഇത്രയും വലുതാ. നമുക്ക് ഇവിടെ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും കുഷൻ തയ്ച്ച് ആരെയെങ്കിലും പിടിച്ച് ഏൽപ്പിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കണ്ട നല്ല തുണികളാണ്, നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ അതുപോലെ തന്നെ എന്റെ അടുക്കല് ഹരിപ്പാട്ട് ഏരിയയില് എവിടെയാണേലും, ഹരിപ്പാട്ടാകുമ്പോൾ ഞാൻ ഹരിപ്പാട്ടല്ലേ താമസിക്കുന്നത്, ആരെങ്കിലും അർജന്റായിട്ട് തയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾ എളുപ്പം തയ്ച്ചു കൊടുക്കും. ബ്ലൗസ് ആണേലെ ചുരിദാറാണേ ഞങ്ങൾക്ക് എളുപ്പം തരണേ, അല്ലേ 1 മണിക്കൂറിനുള്ളിൽ തരണേന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പം തയ്ച്ചു കൊടുക്കും. അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വരണേ. ഞാൻ ഇതിന്റെ അടിയിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തേക്കാം. ഇതിന് പലയിടത്തും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്റെ യൂട്യൂബിന്റെ അടിയിൽ. ഇത് സാരി ഫോൾസ് അതേണ്ട, ഇത് നമുക്ക് വെക്കാൻ തോന്നുന്നു, ആർക്കെങ്കിലും കൊടുക്കാൻ തോന്നുന്നു. ഇതിവിടെ മാറ്റിയിട്ടേക്കാം. ഒരു സാരി ഫോളാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ചുരിദാറോ ബ്ലൗസോ അർജന്റായിട്ട് ആർക്കെങ്കിലും തയ്ക്കണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അടുക്ക വന്നാൽ മതി, എന്നോട് വിളിച്ച് ചോദിച്ചാൽ മതി. എന്റെ വീട് മണ്ണാർശാല അമ്പലത്തിന്റെയും കോളോത്ത് അമ്പലത്തിന്റെയും ഹരിപ്പാട്ട് അമ്പലത്തിന്റെയും ഒക്കെ ഇതായിട്ട് വരുവേ. എവിടെയെങ്കിലും വന്ന് ഇന്നലെ കോളോത്ത് അമ്പലത്തിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് വീട് എവിടാന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഹരിപ്പാട്ട് അമ്പലത്തിന്റെ അവിടെ വന്ന് നിന്നുകൊണ്ട് വീട് എവിടാന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ മണ്ണാർശാല അമ്പലത്തിന്റെ അവിടെ വന്ന് നിന്നുകൊണ്ട് വീട് എവിടാന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ തൃപ്പക്കോട അമ്പലത്തിന്റെ അവിടെ വന്ന് നിന്നുകൊണ്ട് വീട് എവിടാന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ മുണ്ടയ്ക്കൽ അമ്പലത്തിന്റെ അവിടെ നിന്നും കൊണ്ട് വീട് എവിടാന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. എനിക്ക് ചുറ്റും അമ്പലമാണ്. അല്ലെങ്കിൽ കൊച്ചുമണ്ണാർശാല അമ്പലത്തിന്റെ അവിടെ വന്ന് നിന്നുകൊണ്ട്, അമ്പലമൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. കൊച്ചുമണ്ണാർശാല അമ്പലം എവിടെ, അല്ലെ മുണ്ടയ്ക്കൽ അമ്പലം എവിടെ, അല്ലെ തൃപ്പക്കോട അമ്പലം എവിടാന്ന് ചോദിച്ചാൽ ആരാണേലും പറഞ്ഞു തരുമല്ലോ. അവിടെ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചാൽ മതി. ഞാൻ ഒന്നീ റോഡിൽ ഇറങ്ങി നിൽക്കാം, അല്ലെങ്കിൽ വഴി പറഞ്ഞു തരാം. അങ്ങനെ എളുപ്പമാണ്. അപ്പം എന്റെ വീട്ടിൽ വരാൻ പറ്റും. ഇല്ലെങ്കിൽ കോളോത്ത് അമ്പലത്തിന്റെ അവിടെ വന്ന് നിന്നാണേലും വഴി ചോദിച്ചാലേ പറഞ്ഞു തരാൻ പറ്റും. ഞാൻ റോഡിലോട്ട് ഇറങ്ങി നിൽക്കും. അങ്ങനെ അർജന്റായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുക്ക വരുന്നവരെല്ലാം അർജന്റാ. സത്യം പറഞ്ഞാല് ആരും താമസിപ്പിക്കത്തില്ല. എല്ലാരും അമ്മമ്മ എപ്പ തരാൻ പറ്റും, അല്ലെ ചേച്ചി എപ്പ തരാൻ പറ്റും, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്നവരാണ് മിക്കവരും. അപ്പൊ നമ്മൾ
ഒരെണ്ണത്തിനകത്ത് ഇത്രയും കയറ്റിയിട്ടുണ്ട്. എന്നിച്ച് വിടവിട്ടേക്കണം. നമുക്ക് മിഷനെ കയറ്റിയാണ് കൈത്തയ്യൽ തയ്ക്കാൻ എനിക്ക് നേരമില്ല. ഈ വായെ നമ്മൾ മിഷനെ കയറ്റിയാണ് അടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരെണ്ണത്തിനകത്ത് ഇത്രയും കയറ്റി ഇത്ര അടിച്ച് മാറ്റി വെക്കാം. ഇനി അടുത്തതിനകത്ത് നമുക്ക് കയറ്റാവേ. ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത കവറിനകത്തോട്ട് പേപ്പറൊക്കെ കയറി വരുന്നു. താഴെ കിടക്കുമോ, എടുക്കട്ടെ. അപ്പൊ ഞാൻ ഒരെണ്ണം നിറച്ചിട്ട് ഇനി അടുത്തത് നിറയ്ക്കാൻ പോവുകയാണ്. പകുതി നിറച്ചിട്ടുണ്ട്, ബാക്കി ഇനി ഇത്രയും തുണികളൂടെ ഉണ്ട്. ഇതൂടെ നിറച്ചെടുക്കുവാണ്. പിന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, എന്റെ കൊച്ചുമോൻ +2 പരീക്ഷ എഴുതി കഴിഞ്ഞു. +2 കൊച്ചുമോൻ എന്ന് പറഞ്ഞാൽ മോടമോൻ. +2 പരീക്ഷ കഴിഞ്ഞു. ഒരു കുഞ്ഞ് 10ാം ക്ലാസ്സിലോട്ട് കയറി, ഒരു കുഞ്ഞ് 7ാം ക്ലാസ്സിലോട്ട് കയറി, ഒരു കുഞ്ഞ് 3ലോട്ട് കയറി. 4 കൊച്ചുമക്കളാണ് എനിക്കുള്ളത്. അപ്പം +2 കഴിഞ്ഞ കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ല മാർക്ക് കിട്ടാൻ എന്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കണേ. കുഞ്ഞിന് നല്ല മാർക്കായിരിക്കണേ. 18 വയസ്സായി. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കണം. നാളെ വലിയ ബുധനാഴ്ചയാണ്. മറ്റന്നാൾ പെസഹാ വ്യാഴമാണ്. പിന്നെ ദുഃഖ വെള്ളിയാഴ്ച. അപ്പൊ നമ്മള് രണ്ടാമത്തതും നിറച്ചു. ഇനി ഇതിന്റെ വക്കുകള് നമുക്ക് അടിച്ചോണ്ട് വരാവേ. മിഷീനെ വെച്ച് ഇങ്ങനെ തയ്ച്ചോണ്ട് വരാം. അപ്പൊ എളുപ്പമായിരിക്കും. അപ്പൊ ഞാനിത് മിഷീനെ വെച്ച് തയ്ച്ചോണ്ട് വരട്ടെ. അപ്പൊ അതായിട്ട് നമ്മൾ രണ്ടും തയ്ച്ചെടുത്തേ. ഇതിന്റെ വായ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മിഷീനയിലാണ് തയ്ച്ചെടുത്തിരിക്കുന്ന വായെ. ഉണ്ടോ, കൈത്തയ്യൽ നടക്കത്തില്ല എളുപ്പം. നമുക്കിതല്ലല്ലോ പണി, ഒരുപാടുണ്ട്. ഇതിപ്പം സ്ഥലം ഒഴിയട്ടൊന്നും കൊണ്ട് എളുപ്പം ചെയ്തതാണ്. അപ്പൊ ഇനി നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാം. ഞാൻ വേറെ കവർ തയ്ച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഈ കവറിനകത്തോട്ട് കയറ്റിയിടാം. ഈ കവറിന് ഞാൻ 2 പിടിയും പിടിപ്പിച്ചിട്ടുണ്ട്, 4 പിടി പിടിപ്പിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ കെട്ടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഇടുക, കെട്ടിയിടും. ഇതിന്റെ വാ വേണം ആദ്യം കയറ്റാന്. അല്ല, അതിന്റെ ഈ വായും കൂടെ ഒന്നിച്ചിരുന്ന ഒരു ഭംഗിക്കുറവ് വരും. അതിനാണ് വായ ആദ്യം കയറ്റുന്നത്. ഇനി നമ്മളെ ഇതിപ്പോ പൊങ്ങിയിരിക്കുന്നെന്ന് കണക്കാക്കണ്ട. ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല സെറ്റായിട്ടിരിക്കും. പ്രായമായ ഒരു വലിയ അസുഖമുള്ളവർക്കൊക്കെ ഒരു കുഷ്യനിലിരിക്കുന്ന നല്ല, കസേരപ്പുറത്തിരിക്കുമ്പോൾ ഒരു കുഷ്യൻ ഇട്ടിരിക്കുന്നത് നല്ലതാണ്. ഒരുപാട് കുഷ്യനുകൾ തയ്ച്ച് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. തുണി മാറിക്കിട്ടണ്ടേ നമുക്ക്. ചില തുണി കത്തിക്കുമ്പോൾ പാട എടുക്കും. ചില കോട്ടൺ തുണിയാണേലും കത്തിച്ച പാട വരും. അപ്പൊ നമ്മളിത് ഇങ്ങനെ സെറ്റാക്കി കൊടുത്താൽ എനിക്കാവുമ്പോൾ എളുപ്പം നടക്കും. ചിലർക്ക് ഈ സൂചി നൂലും മിഷൻ ഇല്ലാത്ത ഒരു സൂചി നൂലും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും. നമുക്ക് നമ്മുടെ അടുക്ക വരുന്നവർക്ക്, നമുക്ക് വേണ്ടപ്പെട്ടവർക്കല്ല, നമ്മുടെ ഇതൊക്കെ വരത്തില്ലയോ എപ്പോഴും തയ്ക്കാനും ഒക്കെ ആയിട്ട്. ഇനി എന്റെ ഡ്യൂട്ടി എന്തോന്ന് ചോദിച്ചാല് ഞാൻ ഫോൺ വിളിക്കും. ഫോൺ വിളിച്ച് 2 കുഷ്യനുണ്ട് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അന്ന് മുത്തി എടുത്തോണ്ട് പോയിക്കോളൂ. കൈ കൊണ്ട് തല്ലി ഒന്ന് നേരെയാക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി. ഇത് കെട്ടണം. കെട്ടിയിട്ട് നമ്മൾ അഴുക്കാവുമ്പോഴേ ഈ കവർ കഴിയാൻ മതി. ഒരു കവറായിട്ട് തന്നെ കൊടുത്താൽ മോശം. കൊടുക്കുമ്പോ ഭംഗിയായിട്ട് കൊടുക്കണ്ടായോ? ഉണ്ടോ? അങ്ങനെ 2 സെറ്റായേ. ഇനി വെട്ടു തുണി ആകട്ടെ. ആ കിട്ടിയിടത്തോളം ഞാൻ നിറച്ച്. മാത്തനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. മാത്ത ഇതാണ് എന്താ മാത്ത നോക്കുന്നു. എന്താ ഇവിടെ നടന്ന പ്രശ്നം? അപ്പൊ
അപ്പം പറയടാ, ഈ വീഡിയോ കണ്ട ഞാനേ രാവിലെ തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ്റെ അടുക്ക പോയപ്പോഴേ ഇവൻ കിടക്കുന്ന ആ മുറിയിലാണ്, അതിനകത്താണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് തുണി അലക്കാനായിട്ട്. അപ്പം ഞാൻ തുണി ഇളക്കി വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോയാൽ ഈ സോപ്പ് പൊടിയുടെ അവിടെ പോയി ഇവനെ ആ മുഖം ഉണ്ടല്ലോ, ആ സോപ്പ് പൊടിയെ ആ ഡെപ്പായെ മുട്ടിച്ച് കാണിക്കുന്നു. ഞാൻ സോപ്പ് പൊടി ഇട്ടില്ല എന്ന് വാഷിംഗ് മെഷീനകത്ത്. എനിക്കറിയാമല്ലോ, എനിക്കങ്ങനെ തിരിഞ്ഞത്. അവൻ കുറേ നേരം കൊണ്ട് ആ സോപ്പ് പൊടിയുടെ എടുക്കാൻ, മറ്റേ സോപ്പ് പൊടിയുടെ എടുക്കാൻ അവൻ പോകാത്തതാ. ആ സോപ്പ് പൊടിയുടെ അവിടെ വന്നതുകൊണ്ട് മുഖം കാണിച്ചു തരുന്നു എനിക്കന്നേരം മനസ്സിലായത് അവൻ സോപ്പ് പൊടി ഞാൻ അതിനകത്ത് ഇട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം.